നിങ്ങൾ ചിരിക്കുന്ന വയസ്സായെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ജീവിതാനുഭവം. മീറ്റിംഗിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, പിള്ളേർക്കുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളത് കാരണം പഴയ കാലം ഇപ്പോഴത്തെ കാലം പഠിക്ക് എന്ന് നിർബന്ധപൂർവം പറഞ്ഞ അധ്യാപകരുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ പഠിക്കും, ഇതായിരുന്നു നിലപാട്. You are applauding, you are actually appreciating yourself. അല്ലേ? നാം നമ്മെ തന്നെയാണ്. ഇഫ് ഐ ഡോണ്ട് ലവ് മൈസെൽഫ്, ഇഫ് ഐ ഡോണ്ട് വാല്യൂ മൈസെൽഫ്, എനിക്ക് എന്നോട് അഭിമാന ബോധമില്ലെങ്കിൽ ആ കണ്ണിൽ കാണാനും കഴിയില്ല. അതേസമയം എന്റെ അച്ചീവ്മെന്റുകളിൽ, എന്റെ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളിലും എന്റെ കുറവുകളില് ആ കുറവുകൾ ആണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഇന്നലെയുടെ ബാക്കിയല്ല ഇന്ന്. ആക്ച്വലി ഇന്നലെ മരിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ ഒരു കൈമുദ്ര പതിപ്പിക്കാനായാൽ മാത്രമേ നിങ്ങൾ അധ്യാപകരായുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെറും ശമ്പളം നേടുന്നവർ മാത്രം. അപ്പൊ വാല്യൂ അഡീഷൻ, ആ വാല്യൂ അഡീഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ യഥാർത്ഥ ലീഡറായി മാറുന്നത്. ഇതാണ് ലീഡർഷിപ്പ് സ്കിൽ. അപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ലീഡേഴ്സാണ്. നിങ്ങളിൽ ആ സ്കിൽ സെറ്റ് എത്ര കൂടുതലുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലർ പ്രകടിപ്പിക്കും, ചിലർ പ്രകടിപ്പിക്കില്ല. നിസ്വാർത്ഥമായി നിങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാനായാൽ, നിസ്വാർത്ഥമായി mentor meaning more than a guide, we should be the person who is going hand to hand with them, trying to know what he or he is experiencing, what he or she is feeling. That is what I consider a mentor to be. കണ്ടോ, വല്ല മനസ്സിലായോ? ഇവരൊക്കെ ഇങ്ങനെയാണോ കൈയടിക്കുന്നത്? ഇത്രയും മനോഹരമായ ഒരു വാചകം പറഞ്ഞപ്പോ നല്ലതുപോലെ കൈയടിക്കുമെന്നേ. നിങ്ങളൊക്കെ ഭക്ഷണമൊന്നും കഴിക്കാത്തവരാണോ? അപ്പോ ഹീസ് വെരി സീരിയസ് അബൌട്ട് പ്രണയം. കാര്യം ജീവിതത്തെ പ്രണയിക്കാൻ കഴിയാത്ത ഒരാളിനെ ഒന്നിനെയും പ്രണയിക്കാൻ കഴിയില്ല. ആദ്യം പ്രണയം അവനോടാണ്, എന്നാൽ മാത്രമേ എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന എന്തിനേയും പ്രണയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഹോൾഡിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഹൗ ടു ഹോൾഡ് ദ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അക്കാഡമിക്സ് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സി, അക്കാഡമിക്സ് ഈസ് സംതിങ് ജീവനായി, അവിടെയാണ് വില, അവിടെയാണ് വാല്യൂ അഡീഷൻ. ദാറ്റ്സ് മെന്ററിങ് ആക്ച്വലി. കാര്യം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ലുക്ക് അപ് ടു യു. അവർ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ നല്ല വ്യക്തിത്വമാക്കി മാറ്റിയെടുക്കാനായാൽ, നമ്മുടെയൊക്കെ കുട്ടികളെ നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മനസ്സാണ് അത് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇൻക്ലൂഡിങ് മരണത്തിന് പോയാൽ ശവമായി കിടക്കുന്ന മനുഷ്യന്റെ വരെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക, വീഡിയോ എടുത്ത് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും ജീർണിച്ചൊരു മനസ്സാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ ചാലഞ്ച്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റുഡൻസ് ഇൻ യുവർ കോളേജസ്, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്യാനായിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാജുവേഷൻ ഒരു ഫസ്റ്റ് ഇയർ വരെ അവർ നല്ല അലംബരായിരിക്കും, അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ വരാം. ആദ്യം ലേഡീസ് ഫസ്റ്റ്. അല്ല, ഇവിടെ അല്ല എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാറാണ് അഭിപ്രായ വ്യത്യാസം. എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അപ്പോ പലപ്പോഴും എന്താണ്, എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും ഇപ്പം 9ാം ക്ലാസ് ആയപ്പോ മൊബൈൽ കൊടുത്തു. അവിടെയാണ് ഡിഫറൻസ്. നാം എടുക്കുന്ന കഷ്ടപ്പാടിന്റെ വില നമ്മുടെ കുട്ടി അറിയാതെ പോകുമ്പോൾ ആ കൊടുക്കുന്ന സംഗതികൾക്ക് വില ഉണ്ടാകില്ല. എന്റെ കുട്ടി തുടക്കകാലത്ത് എഴുതി പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തില് ആഴ്ചയിൽ അവള് പെൻസിൽ ചോദിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാഗുണ്ട്, പൗച്ചുണ്ട്. ഞാൻ ഒരു പൗച്ച് കാണിക്കൂ. ഈ ഷാർപ്നറും പെൻസിലും ഒത്തിരിക്കുമ്പോൾ ഇദ്ദേഹം ഷാർപ്പൻ ചെയ്ത് എല്ലാം ചെറുതാക്കുക. ഇവന്റില് ശരിക്കും ആക്ടിവിറ്റിയോട് കൂടിയുള്ള ഒരു ഇവന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് അതിനുള്ള സാവകാശമല്ല, അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഒരു പക്ഷെ പിന്നീട് എനിക്കും അറിയില്ല. ഉള്ള സമയത്ത് ഇത് ചെയ്യാമോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ നിശ്ചയമായും ചെയ്യാം എന്ന് ഞാൻ ഡോക്ടർ ചെയ്തത്. അപ്പൊ സാറ്റർഡേ അല്ല ഏത് ദിവസം വിളിച്ചാലും ഞാൻ വരും എന്ന് ഞാൻ ഡോക്ടറോട് പറയാതെ തന്നെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, പറയാത്തോടു കൂടി
നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, ഒരാളെങ്കിലും കൊണ്ട് ചിന്തിപ്പിക്കാനായാൽ അത് ഈ പ്രസ്ഥാനത്തിന് നേട്ടമായി വരും. കാര്യം നമ്മുടെ ആ ഫസ്റ്റ് കമാൻഡ്മെന്റില് ഫാദർ എഴുതിയിട്ടുണ്ട്, പ്രസ്ഥാനത്തെ സ്നേഹിക്കാനാകണം. ഉള്ള സത്യം പറയട്ടെ, മുന്നോട്ട് വരില്ല. കേരളത്തിന് പുറത്തു പോയാൽ നമ്മൾ അതൊക്കെ ചെയ്യും. ആരും എന്നെ കൊല്ലാൻ വരണ്ട, എന്റെ ജീവിതാനുഭവമാണ്. കാര്യം ഒരിടത്ത് സ്നേഹിക്കാനാകുക. ഇപ്പോ എടുക്കാൻ പോകുന്ന സെഷൻസ് ഞാൻ പുറത്തുമൊക്കെ പോയി ചെയ്യാറുണ്ട്, പുറത്തുള്ള അക്കാഡമികളിലും ഇതേപോലെ സ്കൂൾസ് കോളേജിലൊക്കെ ചെയ്യും. അപ്പൊ പോവുകയായി. ഇലക്ട്രിസിറ്റി ഈസ് പെയ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ, നോട്ട് ഫ്രം മൈ പോക്കറ്റ്. സഞ്ചരിക്കാൻ എല്ലാവർക്കും പറ്റും. സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനാണ് ഏറ്റവും കഠിനം, അല്ലേ? ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് സത്യത്തിന്റെ പാത എന്ന് പറയുന്നത്. അതികഠിനമാണ്. പക്ഷെ അതിനകത്ത് വലിയ ട്രാഫിക് ജാം ഇല്ലെന്നാ പറയുന്നത്. ബിക്കോസ് നോബഡി ട്രാവൽസ് ദെയർ. ആ പാതയിലൂടെ ആരും പോകാൻ ശ്രമിക്കാറില്ല. കാര്യം സത്യത്തിന്റെ പാത ആയതുകൊണ്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും. അത് എന്റെ പോക്കറ്റിൽ നിന്നല്ല വാങ്ങുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള എന്റെ മമത കഴിഞ്ഞു. നാളത്തെ മക്കൾക്കുള്ളതാണെന്നേ, നമ്മൾ അനുഭവിച്ചു തീർക്കാനുള്ളതാണോ? നമ്മൾ ജീവിക്കുമ്പോൾ സുഭിക്ഷമായിട്ട് ജീവിച്ചാൽ മതി. 50 വർഷം കഴിയുന്ന കുട്ടികളെല്ലാം നരകതുല്യമായി ജീവിക്കണമോ? ആ പറയുന്ന റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നാച്ചുറൽ ആയാലും എങ്ങനെ ചെറിഷ് ചെയ്യുന്നു അങ്ങനെ അതിന്റെ വാല്യൂ വർദ്ധിക്കത്തുള്ളൂ. അപ്പോ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. ഞാനാണ് സീയിങ് അതേഴ്സ് എന്ന് പറഞ്ഞത്. എന്ത് മാറ്റമാണോ ഞാൻ സമൂഹത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ആദ്യം എന്റെ ഉള്ളിലെ വരണ്ടേ. ഇത് പറയാനൊക്കെ എന്തൊരു പാടാണ്. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരെ മാറ്റാൻ പോകുന്നത്. പറഞ്ഞു കേൾക്കാൻ ചേഞ്ച് എന്ന് പറയുന്ന വാക്ക് എന്ത് സുഖമാണ്. ചേഞ്ച് ഈസ് ദി ഓൺലി കോൺസ്റ്റന്റ് എന്നൊക്കെ ഞാനും പറയാറുണ്ട്. മാങ്ങത്തല്ലിയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അതാണ്. പറയാനും കേൾക്കാനും എഴുതാനും ഒക്കെ സുഖം അതാണെങ്കിലും ദാറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. ഇപ്പോ എന്റെ അക്കാഡമിയുടെ ടാഗ് ലൈൻ ആയിട്ട് ട്രാൻസ്ഫോമിങ് ലൈഫ്സ് എന്നാ വെച്ചേക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ. അപ്പോ നേരത്തെ മാഡം പറഞ്ഞ മെന്ററിങ്ങിന്റെ ഭാഗമായി ശരിക്കും മെന്ററിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും അവരുടെ ജീവിതങ്ങളിൽ നമുക്ക് സ്പർശിക്കാനായാൽ, അവരുടെ ഹൃദയങ്ങളിൽ നമ്മൾ സ്പർശിക്കുക. സാറേ, കുഴപ്പം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ തലമുറയ്ക്ക് നമ്മുടെയൊക്കെ മുടി അല്പം വെളുത്തു പോയാൽ ദേ വന്ന് ഉപദേശി, മുടിയൊരു അല്പം വെളുത്തു പോയാൽ വന്ന് ഉപദേശി, ഇവളിപ്പോ ഉപദേശിച്ചു കൊല്ലും. ഇതാണ് നമ്മുടെ മക്കൾ. നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവരെ ശരിക്കും വഷളായിട്ടാണ് എത്തുന്നതെന്നേ. അതാണ് കോളേജ് അധ്യാപനത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. ഫ്രം ദെയർ യു ഹാവ് ടു സ്റ്റാർട്ട്. കാര്യം അതുവരെ കളിച്ചു നടന്നൊരു കുട്ടിയെ നിങ്ങളെ കുറിച്ചാ പറഞ്ഞേ, എന്നെ കുറിച്ചല്ല പറഞ്ഞേ. നിങ്ങൾ ഭയങ്കര ബോറിംഗ് ആട്ടോ ഈ ഓഡിയൻസും ഡോക്ടർ മനു. നമുക്ക് ഇതിനെ കൺസിസ്റ്റന്റ് ആയി ഈ മൈൻഡ് സെറ്റിനെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നാം ഒക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. നമ്മൾ പോസിറ്റിവിറ്റി ഒരേപോലെ എന്നും നിലനിർത്താൻ കഴിയില്ല, അല്ലേ? നമ്മൾ അധികം പേര് സ്ത്രീകളാണ്, ആവശ്യത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ പുരുഷന്മാർക്കായാലും നിങ്ങൾക്കും വീട്ടിൽ ഇത് പരിപാവനമായൊരു കർമ്മമാണ്, നിസ്വാർത്ഥമായ സേവനമാണ്, നന്മ നിറഞ്ഞൊരു കർമ്മമാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ പറയുകയാണ് ചെയ്തത് ആക്ച്വലി. അപ്പോ ഇച്ചിരി നേരത്തെ നാരായണൻ അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട്, പുള്ളി തിരക്കാണ് പോകുന്നു എന്ന് പറഞ്ഞു, ഒറ്റ വാക്കിൽ പുള്ളി എന്നെ ഫ്ലാറ്റ് ആക്കിയിട്ടങ്ങ് പോയി. ആ ഒറ്റ വാക്ക് നിങ്ങൾ ആരും വിചാരിക്കുന്നൊന്നുമല്ല. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത്, നല്ല നല്ല പുഞ്ചിരിയുള്ളൊരു മനുഷ്യൻ, ഹൃദയം കൊണ്ട് ചിരിക്കുന്ന ഒരാള്. ഈ കയ്യടി ഇങ്ങനെ വാങ്ങാൻ എന്തൊരു കഷ്ടാണ്. വീണ്ടും ഞാൻ ഇതി കർത്തവ്യത മൂഢനായിപ്പോയി. മാഡം എന്നെ ഒരു വളരെ സീരിയസ് മനുഷ്യനായിട്ട് കണ്ടു. ഞാൻ അല്ല, ഇനി അവസാനം കൈയടിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക്. ഞാൻ സീരിയസ് ആണെന്ന് തോന്നുന്നു. 10 days ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം, അതാണ് എന്റെ ജീവിതം മാറ്റി. എനിക്ക് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ. ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബിടെക് കഴിഞ്ഞ് നേരിട്ട് ജോയിൻ ചെയ്യുമായിരുന്നു. എംടെക് അല്ല, അന്ന് വേണ്ട. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയം ബിടെക് കഴിഞ്ഞ് നേരെ പഠിപ്പിക്കാൻ പോകും. അപ്പം നമ്മുടെ വിചാരം എന്താ? ഞാനാണ് സർവ്വതും, എൻ്റെ മുമ്പിലിരിക്കുന്നവനെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി എനിക്കുണ്ട് എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ്, മിഥ്യാധാരണയോടുകൂടി കാണാൻ വരുന്നത്. ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ അവിടെ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെ കൊണ്ടൊരു ടോപ്പിക്ക് എടുക്കും, ചോയ്സ് നമ്മുടെ തന്നെയാണ്. എന്നിട്ട് ഒരു 10 to 15 minutes ക്ലാസ് എടുക്കാം. അത് വീഡിയോ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് അനലൈസ് ചെയ്യും. ഒരു 3 എക്സ്പേർട്സ് മിനിമം ഇരുന്നിട്ട് അതിലെ ഓരോ കാര്യങ്ങളും മൈക്രോ ആണ്. അപ്പോ
അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ നമ്മളൊന്നും അല്ല, നമ്മുടെ മാനറിസംസ്, നമ്മുടെ ചില എന്താ പറയുന്നത് ബോഡി ലാംഗ്വേജ് ഇതെല്ലാം അവിടെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ക്രിട്ടിക്കൽ അനാലിസിസ് കഴിഞ്ഞ് അതിനെ നമ്മളെ വിളിച്ച് സ്നേഹത്തോടെ ഉപദേശിക്കും. അതെന്നെ ഒരുപാട് എനിക്ക് പ്രയോജനം തന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം അത് വേണം എന്നുള്ളതാണ്. അതിൽ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യും ആദ്യമേ തന്നെ. ഇതിപ്പോ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച്, ഇപ്പോ എന്താണ് ഇല്ലിറ്ററസി, പേഴ്സൺ ഹു ഈസ് റിലക്റ്റന്റ് ടു ചേഞ്ച് ഈസ് സെഡ് ടു ബി ഇല്ലിറ്ററേറ്റ്. അതാണ് മോഡേൺ ടെൻഡൻസി, അത് ആ മോഡേൺ ഡെഫിനിഷൻ. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു മോൾഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രയാസമാണ്. അപ്പൊ ആദ്യമേ അത്തരം ഒരു ട്രെയിനിങ്ങിന് അതിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. മാഡം പറഞ്ഞ എന്നെ ഏൽപ്പിച്ച കാര്യം, ഞാൻ 2020 റിട്ടയർ ചെയ്തു, കൊറോണ കത്തി നിന്ന് കാലിക്കുന്നത്. പക്ഷെ എങ്കിലും ആ കൈയൊക്കെ അടിക്കുന്നതുകൊണ്ട് പിന്നെ അരുൺ സാറിനെയൊക്കെ കളിയാക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. ഞാനിവിടെ അരുണിനെ പറ്റി ഒരു വാചകം പറയാൻ പോകുന്നത് കഷ്ടമാണ്. ഞാനിവിടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ ക്ലാസ് ആണ് തന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ഞാൻ അവിടെ ഇരിക്കുന്നു, അവിടുന്ന് നടന്ന് ഇവിടെ വരുമ്പോ കറക്റ്റ് ഇവിടെ സമയം വേണമല്ലോ. സീറ്റിലാണെങ്കിൽ 5 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ഇറങ്ങിയിട്ട് വേണം, നോക്കി ഇങ്ങനെ നിൽക്കുക, പിടിച്ചിറങ്ങാൻ കൂടെ പോയി നോക്കും ആ ടീച്ചർ ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ഇറങ്ങിയിട്ട് നമ്മൾ ചാടി കയറാനായിട്ട് ഇത് തന്നെ ഒരു കഷ്ടമാണ്. ഓരോ 5 മിനിറ്റിന്റെ ഇടയിൽ പീരീഡിന്റെ ഇടയിൽ 5 മിനിറ്റ് കുട്ടികൾക്ക് ഗ്യാപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ അനുഭവം. കാര്യം അവർ മനുഷ്യരല്ലേ. ആ ടീച്ചർ ഇറങ്ങിയിട്ട് വേണം എനിക്ക് കയറാൻ. ഇവിടെ ചെയ്യേണ്ട അതാണ്, 5 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കണം. ഇപ്പൊ രാവിലെ നാരായണൻ സാറ് കുറച്ചു മുമ്പേ പറഞ്ഞു അവരുടെ എന്താണ് അപ്പൊ ആ സമയത്ത് കാര്യം നമ്മൾ വലിയ കാര്യം ലിയാപ്പിനോ തിയറി ഒക്കെ പഠിപ്പിക്കുക. എന്തെന്ന് ഇവൻ ഇവിടെ ഒന്നും അല്ല. അവിടെ ഞാൻ എവിടെ എത്തി, വന്ദേഭാരതി കയറി എവിടെ എറണാകുളം കഴിഞ്ഞു ഇങ്ങനെ പോവാണ് അവന്റെ ചിന്ത, ഇങ്ങനെ പോവാ. അപ്പൊ നമുക്കറിയാം അവന്റെ കണ്ണും മുഖമോ കാണുമ്പോൾ അവൻ എവിടെ പോയിന്ന്. ഞാൻ കോഴിക്കോട് കഴിഞ്ഞോ, എവിടെ എത്തി എന്ന് ചോദിക്കും. അപ്പൊ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് വൈകിട്ട് ചന്ദനമഴയുടെ ഇടയ്ക്ക് ഇത് കാണുന്ന പോലെ പരസ്യം കാണുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസ് പറയും. അത് മേ ബി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അതൊരു വിഷയം ലൈവാണ്. 2 മണിക്കൂർ ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ യൂസ് ടു ഡിസ്കസ്. ഞാൻ പറയും ആരെങ്കിലും അപ്പൊ പത്രം വായിക്കുന്ന ഒരുത്തനുമില്ല, ഏത് കുട്ടി, എവിടുത്തെ കുട്ടി, എവിടെ തട്ടിക്കൊണ്ടുപോയ ആര്, എപ്പോ, ഇതാണ് സ്ഥിതി. അപ്പൊ ഇങ്ങനെ ആ ഒരു സ്കിൽ സെറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടുന്ന അറിവാണ് നമ്മൾ ആക്ച്വലി കോളേജിൽ നിന്ന് കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ആദ്യം പകർന്നു കൊടുക്കുന്നത്. എന്നാൽ ദർ ഈസ് വൺ അതർ തോട്ട് പ്രോസസ് ആസ് വെൽ. മൾട്ടി ടാസ്ക് ചെയ്യേണ്ടതില്ല. കാര്യം മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ പലതിലും കൈവച്ച് ഒന്നും പൂർണ്ണമാകാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രോബ്ലവും നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വാദമുഖവും ഉണ്ട്. ഇത് ഞാൻ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാല്, ഈ മൾട്ടി ടാസ്കിങ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഫ്രം പിയേഴ്സ്, എക്സ്പെക്ടേഷൻസ് ഫ്രം ദ മാനേജ്മെന്റ്, എക്സ്പെക്ടേഷൻസ് ഫ്രം ദ സ്റ്റുഡൻസ്, ഈ എക്സ്പെക്ടേഷൻ പേറാനായി പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുമ്പോൾ വി ഫെയിൽ ടു ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞ ആംഗിളിൽ. മനസ്സിലായില്ലല്ലോ, അതല്ലേ സത്യം? ഓക്കെ. ബിസിയസ്റ്റ് എന്ന് പറഞ്ഞാല് റിയലി ബിസിയസ്റ്റ്, ആർക്കും ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ഒരു അന്തരീക്ഷമാണെന്ന് വിചാരിക്കുക. ചിലർ മെട്രോയിൽ വരുന്നു, ചിലർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ചിലർ കോഫി കുടിക്കുന്നു, ചിലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ചിലർ ജോലിക്ക് പോകുന്നു. അങ്ങനെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കോർണറിൽ ഒരു ജീൻസും ഒരു വെള്ള ടീഷർട്ടും ഇട്ട് ഈ സ്കെൽറ്റ് ആയിട്ടുള്ള മനുഷ്യൻ 5 മിനിറ്റ്സ് ഈ ജോഷുവ ബെൽ അവിടെ വയലിൻ വായിച്ചു. അപ്പൊ പുള്ളി വളരെ ചെറുതിലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. കാര്യം ചെറുപ്പത്തിലെ തന്നെ, തീരെ ചെറുപ്പത്തിലെ തന്നെ മ്യൂസിക്കിനോട് അമിതമായ, നിങ്ങൾ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക. പണ്ടാണെങ്കിൽ എൻസൈക്ലോപീഡിയ നോക്കാൻ പറഞ്ഞേനെ, ഇന്നാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറയും. അപ്പോ പുള്ളി ഒരു കോൺസെർട്ട് ഒക്കെ നടത്തുമ്പോ ഹീസ് നിയറിംഗ് 60 എന്ന് പറഞ്ഞു. ഒരു കഴിവ് മാത്രം നമ്മൾ നിലനിർത്തിയാൽ മതിയാകും. അപ്പോ അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏതൊരു കുട്ടിയിലേക്കും നന്മയുടെ ഒരു മുകുളമെങ്കിലും നിങ്ങൾക്ക് പാകാൻ കഴിയും. അവിടെയാണ് യു മേക്ക് എ ഡിഫറൻസ്. ഈ മൈൻഡ് സെറ്റ് എല്ലാ ദിവസവും ക്യാരി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കുറെ കഴിയുമ്പോ മനുഷ്യന്റെ മനസ്സല്ലേ, നേരത്തെ ഫാദർ പറഞ്ഞു അല്ല, ഒരു ദിവസം തന്നെ ഇത്രയും ഡോക്ടർ വിളി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെ, ചുമ്മാ അല്ല, ഞാൻ ഇദ്ദേഹത്തെ ഡോക്ടർ മനു അഭിസംബോധന ചെയ്യുമ്പോ പുള്ളിക്ക് ഒരു ചമ്മലമായിരിക്കും. For calling me doctor multiple times.
Then second appreciation to all the faculties. Okay, ഒരു extended session arrange ചെയ്തിട്ടും all of you have attended. Thank you. ഇതിങ്ങനെയൊന്നുമല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഒത്തിരി ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു ടൈം റെസ്ട്രിക്ഷൻസ്. അപ്പോൾ എനിവേസ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ഓപ്പൺ അതിനുള്ള ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അറ്റ്ലീസ്റ്റ് 1 or 2 faculties, യെസ്, ഇഫ് യു വിഷ്. കാരണം അവിടെ ടീ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. സിസ്റ്റർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ചേച്ചിമാർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്ലീസ്. ഞാനും ഈ ഇടയ്ക്കാണ് PhD കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ ഈ ഡോക്ടറെന്ന് വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു പേടി സ്വപ്നം പോലെ ഈ ഡോക്ടർ എന്നുള്ള വിളി. ഡോക്ടർ മനോ ചായ വന്നോ, ഡോക്ടർ മനോ എന്ത് വന്നോ. മനുവിന് ഈ ദിവസം ചിലപ്പോൾ മറക്കാൻ പറ്റൂലായിരിക്കും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള FDP എന്ന് പറയുമ്പോൾ അധ്യാപകര് എങ്ങനെയാണ് കുട്ടികളെ ഡീൽ ചെയ്യേണ്ടതെന്നും അതിൽ അധ്യാപകരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ശരിക്കും ഞങ്ങൾക്കിതൊരു എംപവർമെന്റ് സെഷനായിട്ടാണ് തോന്നേണ്ടത്. ഞങ്ങൾ തോന്നി. പിന്നെ ഞാൻ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ മനുവിന്റെ കാര്യം നമുക്ക് അതൊക്കെ മറന്നുപോയി. എന്തായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള സെഷനായിരുന്നു മാഡം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, സാധാരണ പ്രസന്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ഒരാൾ സ്പെസിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് സംസാരിക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നിയത് ഓഡിയൻസിന്റെ ഋതം അനുസരിച്ചിട്ടാണ്. ഞങ്ങൾ ബോറടിച്ച് തുടങ്ങുമ്പോൾ മാം വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകും പ്രസന്റേഷൻ. അങ്ങനെയൊക്കെ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു. പിന്നെ മാഡത്തിന്റെ കുറെ ടിപ്സ് ഒക്കെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ തള്ളിമറിക്കുന്നതായിരിക്കും ക്ലാസ്സിൽ. പിന്നെ ഞങ്ങൾ മെക്കാനിക്കലാണ്, അപ്പൊ കുറച്ച് വൈബ് കൂടുതലാണ്. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലൊരു പാവ മനുഷ്യനായിരുന്നു അരുൺ സാറ്. മാം കാരണം ഹരികുമാർ സാറ് ഒരു പേരും കിട്ടി സാറിന്. ഇപ്പൊ ഇനി ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കുന്നുള്ളതാണ്. ഇനി സ്റ്റെയറിൽ എങ്ങാനും വെച്ച് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഹരികുമാർ സാർ പറഞ്ഞായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ഒത്തിരി എഫേർട്ട് അരുൺ സാർ എടുക്കുന്നുണ്ട്. മാഡം പറഞ്ഞതിൽ പൊതുസമ്മതൻ അല്ലേ, അതെ, അങ്ങനെയാണ്. അപ്പോ എന്തായാലും എല്ലാം കൊണ്ടും ഭയങ്കര നല്ലൊരു സെഷനായിരുന്നു. ബോറൊന്നും അടിച്ചില്ല, നല്ല രീതിയിൽ ചിരിക്കാനൊക്കെ പറ്റി, നല്ല രീതിയിൽ കാര്യങ്ങൾ തമാശക്കൊപ്പം പഠിക്കാനും ഒക്കെ പറ്റി. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം. നമ്മള് ചില കാര്യങ്ങൾ അത് നമുക്ക് പേഴ്സണലി എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് ചില ആശങ്കകളുണ്ട്. അതിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിൽ വേണ്ടാന്ന് തോന്നി. അപ്പൊ എന്തായാലും താങ്ക് യു. ഇത്രയും നല്ലൊരു ഞാൻ കേട്ടു. അപ്പോ എല്ലാവർക്കും ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ കാണുമായിരിക്കും. ഇപ്പൊ സമയത്തിന്റെ കൺസേൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓൺ ബിഹാഫ് ഓഫ് അവർ മരിയൻ ഫാമിലി ഐ സിൻസിയർലി താങ്കിങ് യു ഫോർ ദി സെഷൻ.